നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് റേഡിയോ എക്സ്പ്രസ്. റേഡിയോ എക്സ്പ്രസ് അവതരിപ്പിക്കുന്നു ആദ്യാക്ഷരം ഇൻ അസോസിയേഷൻ വിത്ത് ഇന്ത്യൻ ടാലന്റ്സ് ഡയറക്ടറി. തിരുവനന്തപുരം കിളിമാനൂർ ആസ്ഥാനമായി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന കലാസാഹിത്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് പരിചയപ്പെടുത്തുന്ന കവികളെയാണ് ആദ്യാക്ഷരത്തിന്റെ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യാക്ഷരത്തിലെ ഇന്നത്തെ വിശിഷ്ട അതിഥി ശ്രീ ബാലു കിരിയത്താണ്. മലയാള സിനിമാ രംഗത്ത് ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. 1954 നവംബർ 29 ആലുവയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിന്റെ പ്രിൻസിപ്പലായിരുന്നു അച്ഛൻ ശ്രീ R.S. പിള്ള. അമ്മ ശ്രീമതി മാലതി അമ്മ ഗവൺമെന്റ് സെൻട്രൽ സ്കൂൾ അധ്യാപികയും. ഭാര്യ ശ്രീമതി ലക്ഷ്മി. 2 മക്കളുണ്ട്. KSUയുടെ തിരുവനന്തപുരം ജില്ലയുടെ ആദ്യത്തെ പ്രസിഡന്റും 2012 മാക്ടയുടെ പ്രസിഡന്റുമായിരുന്നു. കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഡയറക്ടറായി 10 വർഷം സേവനമനുഷ്ഠിച്ചു. വൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ മെമ്പർ സെക്രട്ടറിയാണ്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് ഡയറക്ടറായി 4 വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തകില് കൊട്ടാമ്പുറം, വിസ, തത്തമ്മേ പൂച്ച പൂച്ച, ഒന്നും മിണ്ടാത്ത ഭാര്യ, എങ്ങനെയുണ്ടാശാനെ, പാവം പൂർണിമ, നായകൻ, വെണ്ടർ ദാനിയൽ സ്റ്റേറ്റ് ലൈസൻസി, കല്യാൺ ജി ആനന്ദ് ജി, മിമിക്സ് ആക്ഷൻ 500, കളമശ്ശേരിയിൽ കല്യാണയോഗം, സുൽത്താൻ ഹൈദരാലി, കിങ് സോളമൻ, 3 കോടി 300 പവനും, മായാജാലം എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. 6 സിനിമകൾക്ക് തിരക്കഥയും 7 സിനിമകൾക്ക് സംഭാഷണവും, 4 സിനിമകൾക്ക് കഥയും, 1 സിനിമയിൽ കലാസംവിധാനവും, 50ഓളം സിനിമകൾക്ക് ഗാനങ്ങളും രചിച്ചു. കവിതകളും എഴുതാറുണ്ട്. റേഡിയോ എക്സ്പ്രസിന്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ ബാലു കിരിയത്തിനെ ആദ്യാക്ഷരം സാഹിത്യവേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ബാലു കിരിയത്ത്. കുട്ടിക്കാലം മുതൽ കവിതയുമായി അല്പം അടുപ്പം എനിക്ക് ഉണ്ടാകാൻ തുടങ്ങിയത് എന്റെ മുത്തച്ഛന്റെ സാമീപ്യം കൊണ്ടാണ്. എന്റെ മുത്തച്ഛൻ തിരുവിതാംകൂർ സർവകലാശാലയിലെ പ്രൊഫസർ ഓഫ് ഓറിയൻ, അത് മലയാള ഭാഷ ഉൾപ്പെടെയുള്ള ലാംഗ്വേജ് ഭാഷകളുടെ പ്രൊഫസറായിരുന്നു, HOD ആയിരുന്നു. ചങ്ങമ്പുഴയുടെയും ഗുപ്തൻ നായർ സാറിന്റെയും പ്രൊഫസർ M. കൃഷ്ണൻ നായരുടെയും അങ്ങനെ പ്രഗത്ഭമതി ONV കുറുപ്പ് സാറിന്റെയൊക്കെ ഗുരുവായിരുന്ന വിദ്വാൻ CI ഗോപാലപിള്ള. അപ്പൊ അദ്ദേഹം കവിതകൾ എല്ലാവരുടെയും, വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും ആശാന്റെയും അങ്ങനെയുള്ള എല്ലാ കാലത്തുള്ള കവിതകളും, അത് രാമായണം, ഭാഗവതം തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ ഞങ്ങളെ കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. കൊച്ചിലെ തന്നെ വായിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്നെ മാത്രമല്ല, എന്റെ അമ്മാവന്റെ മകൻ ബിച്ചു തിരുമല ഉൾപ്പെടെയുള്ളവരെ കൊണ്ടത് വായിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ കവിതയെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ടുള്ള കവിതാ രചനയാണ്. വൃത്തവും അലങ്കാരവും അങ്ങനെ എല്ലാം ഒത്ത് ഒരു പൂർണ്ണ രൂപത്തിലുള്ള മലയാള ശാഖയിലെ കവിതകൾ. പക്ഷെ ഇന്ന് കാലത്തിന്റെ ആവശ്യമായിരിക്കാം, ഇന്ന് കവിതയുമല്ല, കഥയുമല്ല, നോവലുമല്ല എന്ന രീതിയിലാണ് ഇന്നത്തെ പല കവിതകളും. അത് ഗദ്യ കവിത എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അതിന് കവിത എന്ന് പറയുവാൻ എന്നെ പോലെയുള്ള, ചിലപ്പോ ഞാനൊരു പഴയ ചിന്താഗതിക്കാരാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. അത് കാലഘട്ടത്തിന്റെ ആവശ്യം ആണ് എന്ന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു. അതിനെ ഒരു കവിതയായിട്ട് ഇന്നത്തെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ അത്തരം കവിതയെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ പരമ്പരാഗത ശൈലിയിലും രീതിയിലുമുള്ള, അതായത് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള കവിത രചനയും കവികളും ഉണ്ടാകണം എന്നാണ് എന്റെ ആഗ്രഹം. അതേസമയം മറ്റ് ഇപ്പോൾ ഉള്ള ആധുനിക കവിതകൾ അല്ലെങ്കിൽ ഗദ്യ കവിതകൾ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അത് ചില കവിതകൾ, ഫോർ എക്സാമ്പിൾ ഈ അടുത്ത കാലത്ത് ഞാൻ കുറെ കവിതകൾ, ബൃന്ദയുടെ കുറെ കവിതകൾ വായിച്ചു. നല്ല രസമാണ്, ഗദ്യ കവിതയാണ്, പക്ഷെ നല്ല കവിതകളാണ്, നല്ല ഭാഷാ പ്രയോഗമാണ് ആ കവയിത്രിയുടെ കവിതകളിൽ എനിക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് കവിതകൾ നമുക്ക് യുവതലമുറയിൽ, പ്രത്യേകിച്ചും ഏറ്റവും പുതുതലമുറയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഒരിക്കൽ കൂടി പറയുവാനുള്ളത്, നമ്മുടെ പരമ്പരാഗത ശൈലിയിലുള്ള, നമ്മുടെ പരമ്പരാഗത രീതിയിൽ ചിട്ടവട്ടങ്ങൾ, അതിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ നിന്നുകൊണ്ടുള്ള
കവിത ഇനിയും പുനരുജ്ജീവിപ്പിക്കണം എന്നാണ് എന്റെ എളിയ അഭിപ്രായം. ഒരു കവിയായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ആസ്വാദകനായിട്ടാണ് പറയുന്നത്. കവി എന്ന് പറയാൻ വേണ്ടി അത്ര ഞാൻ വളർന്നിട്ടുമില്ല. ഗാനരചയിതാവ് എന്നുള്ളതാണ് സത്യം. പിന്നെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ, ചില പ്രസിദ്ധീകരണങ്ങളിൽ ഒക്കെ കൊച്ചു കൊച്ചു കവിതകൾ ഞാൻ എഴുതാറുണ്ട്. ഒരു രണ്ടും എഴുതുന്നുണ്ട് എന്നുള്ളത് സത്യം. അതുകൊണ്ട് ഞാനൊരു കവിത ആസ്വാദകൻ എന്നുള്ള നിലയിലാണ് ഈ അഭിപ്രായം പറയുന്നത്. പാട്ടിന്റെ വഴിയിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു അറിയാമല്ലോ, പാട്ടിന്റെ വഴിയിൽ നമുക്ക് ഇപ്പോഴത്തെ ശൈലിയിലുള്ള കവിതകൾ, അതായത് വലിയ കവിതകൾ പാട്ടാക്കാൻ പറ്റില്ല, അതിന് സിനിമയ്ക്ക് പറ്റില്ല, അതിനെ ഒരു ലളിതഗാനം പറ്റില്ല. അപ്പോ പാട്ട് എഴുതുന്നതിന് അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അത് എത്ര പുരോഗമനപരമായ എഴുത്തുകാരനായാലും ശരി, സിനിമാ പാട്ടോ അല്ലെങ്കിൽ പാട്ട് എഴുതണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അത് ഭാരത ഭാഷയിലുള്ള ഗാനങ്ങളായാലും ശരി, ആദിവാസികളുടെ പരമ്പരാഗത ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളായാലും ശരി, പാടിപ്പതിഞ്ഞ പാട്ടുകളായാലും ശരി, നമ്മൾ പുതിയതായി സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന പാട്ടുകളായാലും ശരി, അതിന് ഈ കവിതാത്മകമായ ചില നിയമങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസവും സത്യവും. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഗദ്യകവിത വന്നിരിക്കുന്നു. ഗദ്യകവിത എന്ന് പറഞ്ഞാൽ കവിതയുമല്ല ഗദ്യവുമല്ല എന്നുള്ള രീതിയിലാണ് കവിതകൾ. അതിന് ഞാൻ യോജിക്കുന്നു. കാരണം അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇനി ഒരു 15-20 വർഷം കഴിയുമ്പോൾ ഇതുമല്ലാത്ത രീതിയിലേക്കും കവിത മാറുന്നു. അപ്പോൾ കാരണം ഇപ്പോൾ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കവിതാ ശൈലി, രചനാ ശൈലിയും വരാൻ സാധ്യതയുണ്ട്. അത് കാലഘട്ടം എങ്കിലും അപ്പോഴും നമ്മുടെ പരമ്പരാഗത ശൈലിയിലുള്ള കവിതകൾ, ഇപ്പൊ കീറ്റ്സിന്റെ, ഷെല്ലിയുടെ, അതിനെല്ലാം ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ മലയാള കവിതകൾക്കും നിയമങ്ങളുണ്ട്. അത്തരം കവിതകളും ഉണ്ടാകണം എന്നാണ് ഒരു ആസ്വാദകൻ എന്ന് ഒരിക്കൽ കൂടി പറയണം. ആ പേര് തന്നെയാണ് പറയുന്നത്, കവി എന്നല്ല ആസ്വാദകൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. ഇത് കേൾക്കുന്ന എല്ലാ കാവ്യ ആസ്വാദകരും, കലാകാരന്മാരും, കലാസ്വാദകരും എന്റേത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഒരു അഭ്യർത്ഥന മാത്രമായി കാണണം. അതൊരു ഒരു നിരൂപണമായിട്ടോ ഒരു ആരെയെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടോ പറഞ്ഞതെല്ലാം എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമതി സന്ധ്യ ഗിരീഷ് എഴുതിയ കവിതയാണ് ആദ്യാക്ഷരത്തിൽ അടുത്തത്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിൽ താമസിക്കുന്നു. ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. അധ്യാപകർക്കുള്ള വിവിധ രചനാ മത്സരങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. ചെമ്പനീർ പൂവ്, ഗുരുനാഥൻ എന്നീ കവിതകളും അറിവിൻ പൊൻദീപം എന്ന പ്രാർത്ഥനാ ഗാനവും, സാഗരഗീതം, സ്നേഹത്തിൻ തെന്നലായി, മോഹനദി, താരാട്ട്, പ്രണയവർണ്ണങ്ങൾ എന്നീ ഗാനങ്ങളും, ഓണനിലാവ്, അത്തപ്പൂവ്, ഉത്രാട കുളിർക്കാറ്റ് എന്നീ ഓണപ്പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ ആൽബമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിവിൻ പൊൻദീപം എന്ന കവിത ചില സ്കൂളുകളിൽ പ്രാർത്ഥനാ ഗാനമാക്കിയിട്ടുണ്ട്. സാഗരഗീതം എന്ന കവിതാ സമാഹാരം 2019 ഡിസംബറിൽ പബ്ലിഷ് ചെയ്തു. ഭാഷാ പുസ്തകമുടൻ പുറത്തിറക്കുന്ന വിവിധ എഴുത്തുകാരുടെ ചെറുകഥാ സമാഹാര പുസ്തകത്തിൽ ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ദ സീ ഓഫ് ട്രയാങ്കുലിറ്റി എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരം നവംബറിൽ പ്രസിദ്ധീകരിക്കും. കവിത അറിവിൻ പൊൻദീപം, ആലാപനം സന്ധ്യ ഗിരീഷ്. ആദ്യാക്ഷരത്തിൽ നമുക്ക് ഈ കവിത കേൾക്കാം. ജഗദീശ ഉണർവിൻ പ്രഭാജ്വാല ചൊരിഞ്ഞിടൂ, കൈ തൊഴാമെന്നും നിൻ മുന്നിൽ, കൈ തൊഴാമെന്നും നിൻ മുന്നിൽ. അറിവിൻ പൊൻദീപം തെളിച്ചിടൂ, കനിവിൻ ജഗദീശ ഉണർവിൻ പ്രഭാജ്വാല ചൊരിഞ്ഞിടൂ, കൈ തൊഴാമെന്നും നിൻ മുന്നിൽ. സത്യധർമാദികൾ ഞങ്ങൾ തൻ ഹൃദയത്തിൽ നിത്യവും നിറയണമേ. സത്യധർമാദികൾ
നിൻ പ്രഭാജ്വാല ചൊരിഞ്ഞിടൂ കൈ തൊഴാമെന്നും നിൻ മുന്നിൽ കൈ തൊഴാമെന്നും നിൻ മുന്നിൽ. ആദ്യാക്ഷരത്തിൽ ഭാവന രമേശ് തണ്ണിശ്ശേരി എഴുതിയ കവിതയാണ് അടുത്തത്. സ്വദേശം മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ താലൂക്കിൽ തൂവൂർ, ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ പെരുവമ്പ് താമസിക്കുന്നു. മമ്പാട് MES കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കവിത എഴുതാൻ തുടങ്ങിയത്. ഭാവന എം തൂവൂർ എന്ന പേരിലായിരുന്നു ആനുകാലികങ്ങളിൽ ആദ്യം എഴുതിയിരുന്നത്. പഠനകാലത്ത് സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ആദ്യ കവിതാ സമാഹാരം പറയാത്തത് എന്ന പേരിൽ പുറത്തിറങ്ങി. കലാസാഹിത്യ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ സഹകരണ വകുപ്പിൽ ജൂനിയർ ഓഡിറ്ററായി ജോലി ചെയ്യുന്നു. സാഹിത്യമഞ്ജരി, ജ്ഞാനദീപം തുടങ്ങി വിവിധ നവമാധ്യമ സാഹിത്യ കൂട്ടായ്മകളിലൂടെ എഴുത്ത് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ കേൾക്കുന്ന കവിത എപ്പോഴോ, രചന ആലാപനം ഭാവന രമേശ്. അല്ലയോ എന്നുടെ ജീവസുഗന്ധമേ, നിത്യപ്രയാണ പ്രസൂതമാം ഗീതമേ, വേദന തിന്നാതെ വേലിക്കരികിലായി വേനൽ കിനാവുകൾ തേങ്ങലായിത്തീരുന്നു. എന്നെന്നും എന്നോട് സ്വപ്നത്തിലെങ്കിലും എപ്പോഴോ നെയ്വിളക്കായി നീ തീരുമ്പോൾ അകലയൻ പ്രാണന്റെ ജീവസ്വരൂപങ്ങൾ ഒടുവിലാ കിളിവാതിലൊന്നു തുറക്കുമ്പോൾ അറിയാതെ എന്നിലെ സ്നേഹമായി തീരുമ്പോൾ അകലും നിൻ കാലൊച്ച കേട്ടു ഞാൻ തീരവേ ഒരു നെടുവീർപ്പിനെ തിരയുന്നു ഞാനിന്ന് ജീവച്ഛവങ്ങളായി തീരമണയുമ്പോൾ. അന്നൊരു ചക്രവാകപ്പിറാവായി ഞാൻ ഇന്നൊന്നും ശിഷ്ടമായി വയ്ക്കാതെ ഗണിത പ്രവാചകനായി ഞാൻ മാറുമ്പോൾ ഓർക്കുക നീ എൻ്റെ പ്രതിബിംബതാളങ്ങൾ. നാളെ എൻ ജീവൻ്റെ പച്ചത്തകിടിലും ചെഞ്ചോരയായിത്തീരും നിന്റെ നിശ്വാസങ്ങൾ. തൊടിയിലായി പാടത്തായി പാറിപ്പറന്നൊരു പച്ചപ്പനന്തത്ത നീങ്ങിയകലുമ്പോൾ ഒന്നുമേ ബാക്കിയായി വന്നതില്ലെങ്കിലും ഒന്നറിയുന്നു ഞാൻ ഇന്നും ഇവിടെയോ ഹൃദയത്തിലൊളിക്കും ശാന്തി മന്ത്രങ്ങൾ, സ്വരസാന്ത്വന ശാന്തി മന്ത്രതാളങ്ങൾ, സ്വരസാന്ത്വന ശാന്തി മന്ത്രതാളങ്ങൾ. ശ്രീമതി പ്രസന്ന രാജൻ എഴുതിയ കവിതയാണ് ആദ്യ അക്ഷരത്തിൽ അടുത്തത്. കോട്ടയം ജില്ലയിലെ കങ്ങഴിയിൽ താമസം. കലാസാഹിത്യ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കവിത, കഥ എന്നിവ എഴുതുന്നതിലും കവിതകളും ഗാനങ്ങളും ആലപിക്കുന്നതിലും താൽപര്യം. കഥാകവിതാ രചനകളിലും കവിത ഗാനാലാപനങ്ങളിലും മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്കായി നടത്തിയ കേരള ഫെസ്റ്റ് സാഹിത്യോത്സവത്തിൽ പരിപാടികളിൽ പങ്കെടുത്തു വിജയിച്ചു. നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് ഹൃദയകുമാരി പുരസ്കാരം, കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡ് നടത്തിയ എഴുത്തിടം കഥാരചനയിൽ 1ാം സ്ഥാനം നേടി. വിവിധ സാഹിത്യ കൂട്ടായ്മകളിലും കവിയരങ്ങളിലും നവമാധ്യമ കൂട്ടായ്മകളിലും പ്രവർത്തിച്ചു വരുന്നു. ആദ്യാക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന കവിത വേർപാട്, രചന ആലാപനം പ്രസന്ന രാജൻ. മക്കളെ ഞാനിവിടെ ഏകയായിരിക്കുന്നു, മക്കളെ ഞാനിവിടെ ഏകയായിരിക്കുന്നു, മക്കളെ നിങ്ങൾക്ക് നന്മകൾ നേരുന്നു, അകലെയാണെങ്കിലും ഓർക്കുന്നു നിത്യവും ജീവിത നൗക തുഴയുമാ നിങ്ങളെ, അകലെയാണെങ്കിലും ഓർക്കുന്നു നിത്യവും ജീവിത നൗക തുഴയുമാ നിങ്ങളെ, ജീവിതത്തിൽ
ജീവിതത്തിൻ ദുർഘട വഴിത്താരകൾ പിന്നിട്ട് പൂമുഖവാതലിലേക്കയായിരിക്കവേ ഒരു നേർത്ത കാറ്റെന്നെ തഴുകിക്കടന്നുപോയി. ജീവിതത്തിൻ ദുർഘട വഴിത്താരകൾ പിന്നിട്ട് പൂമുഖവാതലിലേക്കയായിരിക്കവേ ഒരു നേർത്ത കാറ്റെന്നെ തഴുകിക്കടന്നുപോയി. കൂട്ടുകുടുംബങ്ങളും രക്തബന്ധങ്ങളും ശിഥിലമാം ഓർമ്മകൾ ബാക്കിയായി. കൂട്ടുകുടുംബങ്ങളും രക്തബന്ധങ്ങളും ശിഥിലമാം ഓർമ്മകൾ ബാക്കിയായി. ഓടിയെത്തിയൊരു ഓണവും വിഷുവും തിരികെ എൻ മക്കളോടിടവേ എൻ കണ്ണീർ കാണാതെ നാളുകൾ ഓരോന്നും തള്ളി നീക്കി. ഓടിയെത്തിയൊരു ഓണവും വിഷുവും തിരികെ എൻ മക്കളോടിടവേ എൻ കണ്ണീർ കാണാതെ നാളുകൾ ഓരോന്നും തള്ളി നീക്കി. ഓർത്തു ഞാൻ പണ്ടെന്റെ ബാല്യവും ഓടി നടന്നൊരു തൊടിയും വഴികളും. ഓർത്തു ഞാൻ പണ്ടെന്റെ ബാല്യവും ഓടി നടന്നൊരു തൊടിയും വഴികളും. എൻ പ്രാണനാഥനും മക്കളും ഒത്തുള്ള സുന്ദരകാലവും ദുർഘട വഴികളും. എൻ പ്രാണനാഥനും മക്കളും ഒത്തുള്ള സുന്ദരകാലവും ദുർഘട വഴികളും. പെട്ടെന്നു വന്നൊരു ഇടിനാദമേ എന്റെ സുന്ദര സ്വപ്നത്തിൻ ചിറകുമുറിച്ചു നീ. പെട്ടെന്നു വന്നൊരു ഇടിനാദമേ എന്റെ സുന്ദര സ്വപ്നത്തിൻ ചിറകുമുറിച്ചു നീ. കൈകാൽ വിറയ്ക്കുന്നു തപ്പിത്തടയുന്നു പൂമുഖത്ത്. കൈകാൽ വിറയ്ക്കുന്നു തപ്പിത്തടയുന്നു പൂമുഖത്ത്. കാതടപ്പിക്കും ചിറകടി കേൾക്കുന്നു കാലന്റെ കാലൊച്ച. കാതടപ്പിക്കും ചിറകടി കേൾക്കുന്നു കാലന്റെ കാലൊച്ച. നാളെ ഈ നാലുകെട്ടിന്റെ ഉമ്മറത്തു ഞാൻ വെള്ളത്തുണിയിൽ മൂടിക്കിടക്കവേ. നാളെ ഈ നാലുകെട്ടിന്റെ ഉമ്മറത്തു ഞാൻ വെള്ളത്തുണിയിൽ മൂടിക്കിടക്കവേ. അകലെ നിന്നെല്ലാം മക്കൾ വന്നു എന്നെ ചേർത്തു പൊട്ടിക്കരഞ്ഞു. അകലെ നിന്നെല്ലാം മക്കൾ വന്നു എന്നെ ചേർത്തു പൊട്ടിക്കരഞ്ഞു. കൊച്ചുമക്കൾ വന്നു പൊന്നുമ്മ തന്നു യാത്രാമൊഴി ചൊല്ലി പൂക്കളും അർപ്പിച്ചു. കൊച്ചുമക്കൾ വന്നു പൊന്നുമ്മ തന്നു യാത്രാമൊഴി ചൊല്ലി പൂക്കളും അർപ്പിച്ചു. ഈ ചിതയിൽ നിത്യമാം നിത്യശാന്തിയിൽ ലയിക്കവേ. ഈ ചിതയിൽ നിത്യമാം നിത്യശാന്തിയിൽ ലയിക്കവേ. ഈ മണ്ണിൽ നിത്യമാം നിത്യശാന്തിയിൽ ലയിക്കവേ. ഈ മണ്ണിൽ നിത്യമാം നിത്യശാന്തിയിൽ ലയിക്കവേ. മക്കളെ ഞാനിവിടെ ഏകയായിരിക്കുന്നു. മക്കളെ ഞാനിവിടെ ഏകയായിരിക്കുന്നു. ആദ്യാക്ഷരത്തിൽ അടുത്തതായി ശ്രീ രാജൻ താന്നിക്കൽ എഴുതിയ കവിതയാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര പനവേലിയിൽ ജനനം. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം. പാരലൽ കോളേജ് അധ്യാപകനായി 14 വർഷം ജോലി ചെയ്തു. അതിനുശേഷം നിയമവകുപ്പിൽ ജൂനിയർ സൂപ്രണ്ട് തസ്തികയിൽ ജോലി ചെയ്ത് വിരമിച്ച് സമാന്തര കോളേജിൽ തുടരുന്നു. 2013 മുതൽ സാംസ്കാരിക സമിതികളിലും വേദികളിലും സജീവം. കഥ, കവിത, ലേഖനം തുടങ്ങിയവ ആനുകാലികങ്ങളിൽ എഴുതുന്നു. ചിത്രകലയിലും താൽപര്യം.
4 കവിതാ സമാഹാരവും 1 കഥാസമാഹാരവും പ്രസിദ്ധീകരിച്ചു. സമന്വയം സാഹിത്യ പുരസ്കാരം 2018, അച്യുതമേനോൻ കവിതാ പുരസ്കാരം 2016 ഉൾപ്പെടെ 14ഓളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മകനം സാംസ്കാരിക മാസികയുടെ സഹപത്രാധിപരാണ്. ഇതിഹാസങ്ങളുടെ ദുഃഖപുത്രിമാർ എന്ന കാവ്യഗ്രന്ഥത്തിന്റെ രചനയിലാണ്. ചിത്രകല, കവിത, കഥ എന്നിവയിൽ കേരളോത്സവം ഉൾപ്പെടെ വിധികർത്താവായിട്ടുണ്ട്. ആദ്യാക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന കവിത ഭൃഗുവിലാപം. രചന ആലാപനം ശ്രീ രാജൻ താന്നിക്കൽ. മാപ്പു നൽകുക മാതൃവാത്സല്യമേ, കുമ്പിടുന്നു ഞാൻ മുക്തിദാഹാർത്തനായി. മാപ്പു നൽകുക മാതൃവാത്സല്യമേ, കുമ്പിടുന്നു ഞാൻ മുക്തിദാഹാർത്തനായി. ശ്രീപദധൂളി നെറ്റിയിൽ മുറ്റാതെ പാപശാന്തി എനിക്കു ലഭിക്കുമോ? എന്റെ ചിന്തയിൽ ആദ്യത്തെ സൗഹൃദ പൊൻതിരിവെട്ടം അമ്മയെന്നോർക്കാതെ അത്ര ഹീനമായി ഭത്സിച്ചു ഞാനൊരു പുത്രനാണെന്നറിയാത്ത പാഴ്ജന്മം. നെറികെട്ടു വിഷപ്പുണ്ണു ചിഞ്ഞ പോൽ അറിവുകേടിൻ ആൾരൂപമായി ഞാൻ. വക്രമായി വളർന്നിതം മേൽക്കുമേൽ അക്രമത്തിന്റെ മൂർത്തമാം രൂപമായി. താതകൽപ്പന നെഞ്ചേറ്റി മാതൃത്വ പാതകത്തിന്റെ കുത്തകക്കാരനാം. ക്ഷാത്രവീര്യം ത്രസിച്ച മഴുവിനാൽ താത്രഗോപുരം തച്ചു തകർത്തു ഞാൻ. ജന്മമേകും പുരയ്ക്കുമേൽ ചായുന്ന വൻമരമെത്ര പൊന്മരമാകിലും വെട്ടിമാറ്റണമക്ഷണം തീവ്രമാം നഷ്ടയോഗം വഴിവെക്കുമെങ്കിലും വാക്കുകൊണ്ടൊരു നോക്കുകൊണ്ടാകിലും നീക്കിടാൻ നീ തുനിഞ്ഞില്ല ദുഷ്കൃതം. ഏതൊരമ്മതൻ ചിന്തയ്ക്കുമപ്പുറം ഭ്രാന്തമാണാ പ്രവൃത്തിതൻ അന്തരം. മാലകറ്റി വളർത്തിയ പൈതലിൻ കാലിലേറ്റ കുശമുള്ളു പോലുമേ നീറ്റും ശാപമായി നെഞ്ചകം വേദനയേറ്റുവാങ്ങുന്ന മാതൃപ്രതീകമേ. നന്മ കണ്ണിലണയാത്തൊരീശ്വര ചിന്മയത്വ പരിണാമപുരമേ. നന്മ കണ്ണിലണയാത്തൊരീശ്വര ചിന്മയത്വ പരിണാമപുരമേ. എങ്ങനെ ഞാൻ നമിക്കേണ്ടു നിൻ പദം, എങ്ങനെ ഞാൻ ഗ്രഹിക്കേണ്ടു നിൻ ഹൃദം. പ്രേമപൂർവമൻ ജിഹ്വയിലാദ്യമായി അമൃതവാവി തുറന്ന നൽ പുണ്യമേ. വീണിടട്ടെ പവിത്രമാം നിൻ പദരേണു ചൂഴുന്ന മണ്ണിലെമ്പാടുമേ. വീണിടട്ടെ പവിത്രമാം നിൻ പദരേണു ചൂഴുന്ന മണ്ണിലെമ്പാടുമേ. ആദ്യാക്ഷരത്തിൽ അടുത്തതായി ശ്രീ ആനന്ദൻ ചേറായി എഴുതിയ കവിതയാണ്. എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ ചേറായിൽ ജനനം. വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ പ്രൈമറി അധ്യാപകനായി 32 വർഷത്തെ സേവനം. അരനൂറ്റാണ്ടിലേറെയായി സാഹിത്യരംഗത്ത് സജീവം. കുട്ടികളുടെയും മുതിർന്നവരുടെയും ആനുകാലികങ്ങളിൽ കവിതകളും കഥകളും എഴുതാറുണ്ട്. ആകാശവാണിയിൽ കവിതകളും കുട്ടികളുടെ പരിപാടികളും അവതരിപ്പിക്കാറുണ്ട്. 15 ബാലസാഹിത്യ കൃതികളും 1 കവിതാ സമാഹാരവും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപക കലാസാഹിത്യ സമിതിയുടെ സംസ്ഥാന ബാലസാഹിത്യ പുരസ്കാരം ഉൾപ്പെടെ 10ഓളം അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 22 വർഷമായി ചേന്നമംഗലം പഞ്ചായത്തിലെ കരിമ്പാടത്ത് താമസം.
സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങളിലും കുടുംബയോഗങ്ങളിലും കഥാ കവിതാ ക്ലാസുകളും നടത്താറുണ്ട്. സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റും സാഹിത്യശ്രീ പത്രാധിപരുമായിരുന്നു. ഇപ്പോഴും സംഘാംഗമാണ്. ബാലസാഹിത്യ സമിതിയിലെ ആയുഷ്കാല അംഗവും ബാലശ്രീ ത്രൈമാസിക പത്രാധിപ സമിതി അംഗവും KSSPU ചേന്നമംഗലം യൂണിറ്റ് അംഗവുമാണ്. സ്കൂൾ കലോത്സവങ്ങളിലും മറ്റും മലയാളം പദ്യം ചൊല്ലൽ, പ്രസംഗം, കഥാകഥനം, കടങ്കഥ, കാവ്യകേളി, നാടൻ പാട്ടുകൾ എന്നീ മത്സര ഇനങ്ങളുടെ വിധികർത്താവായും സേവനമനുഷ്ഠിച്ചു വരുന്നു. നവരാത്രിയോടനുബന്ധിച്ച് പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ സുദിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് വർഷങ്ങളായി ഹരിശ്രീ കുറിക്കാറുണ്ട്. ആദ്യാക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന കവിത മെഴുകുതിരി. രചന, ആലാപനം ശ്രീ ആനന്ദൻ ചേറായി. കൊള്ളിതൻരാഘോഷ്മള ചുംബനം കൊളുത്തി എന്നുള്ളിലെ വികാരങ്ങൾ ഉണർന്നുജ്വലിക്കവേ, കേവലമൊറ്റത്തന്തു മാത്രമല്ല നീയെന്നൻ ജീവകോശത്തിൻ നെടുനാടിയെന്നറിയുന്നേൻ. മേനിതന്മിനുപ്പിൻ്റെ വെണ്ണക്കൽ പകിട്ടിനാൽ മാനിച്ചില്ലല്ലോ മുന്നം നിന്നെ ഞാനൊട്ടും കഷ്ടം. പൊള്ളും പുഞ്ചിരിയുടെ പുഷ്പകച്ചെഞ്ചുണ്ടിനെ നുള്ളുവാൻ കൈനീട്ടിയ തെന്നലിൻ ചാവല്യത്തിൽ കരിഞ്ഞു പൊരിയാതെ ക്രമമായി വെളിച്ചം നിൻ കരളിൽ തെളിക്കുവാൻ സ്നേഹം ഞാനിച്ഛിക്കുമ്പോൾ പ്രാണലിൽ വിറയാർന്ന വിതുമ്പലൊതുക്കുവാൻ പണിപ്പെട്ടിട്ടും പറ്റാതോർമ്മകൾ പിടയുമ്പോൾ ഇരുളിൽ വിമൂകമാം വേദന വിങ്ങും കൂട്ടിൽ ഇരുന്നു കണ്ണീർമണി മുത്തുകൾ ഉതിരുമ്പോൾ ഉരുകിയൊലിക്കുന്ന സ്വപ്നത്തിൻ ചുടുചോല മരുതൃഷ്ണയിൽ സാന്ദ്ര നീലിമ കുറുകുമ്പോൾ എരിഞ്ഞുതീരുന്നതിൻ മുമ്പൊരു ഞൊടിയിലാ തിരിയിൽ തിളങ്ങുന്ന മനസാക്ഷിതൻ കണ്ണിൽ നേരിനെ നേരിട്ടൊന്നു നോക്കവേ ജന്മാന്തര ദുരിതം നീറുന്നൊരു ചരിതം കണ്ടല്ലോ ഞാൻ. മഞ്ഞുനൂലുകൾ പോലെ നേർത്തൊരു പുകയുടെ നെഞ്ഞുകീറിടുമന്ത്യഗന്ധവും മാഞ്ഞെന്നാലും എൻ്റെ അസ്ഥിമാടത്തിൻ ബന്ധത്തിലല്ലോ വീണ്ടും നിന്റെ അസ്തിത്വത്തിൻ്റെ നക്ഷത്രമുയർക്കുന്നു. പ്രണയോദാരം തമ്മിൽ പുണർന്നു പിരിഞ്ഞാലും പ്രണവും മന്ത്രിക്കുന്ന പ്രാണനാളിക തന്നിൽ എന്നിട്ടും അതിധന്യമാകുമീ പാരസ്പര്യം ഒന്നിനാലല്ലോ വാഴ്വിൻ സുഹൃതം നുകർന്നു നാം. പ്രണയോദാരം തമ്മിൽ പുണർന്നു പിരിഞ്ഞാലും പ്രണവം മന്ത്രിക്കുന്ന പ്രാണനാളിക തന്നിൽ എന്നിട്ടും അതിധന്യമാകും ഈ പാരസ്പര്യം ഒന്നിനാലല്ലോ വാഴ്വിൻ സുഹൃതം നുകർന്നു നാം. ആദ്യാക്ഷരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനിയും കവിതകളും കഥകളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 9072795547 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. റേഡിയോ എക്സ്പ്രസ് ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ്. റേഡിയോ എക്സ്പ്രസ് യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പരിപാടികൾ തുടർച്ചയായി കേൾക്കുക, ആസ്വദിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ട പരിപാടികൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, പുഷ്പ ബേബി തോമസ് ഫ്രം റേഡിയോ എക്സ്പ്രസ്.
ആദ്യാക്ഷരം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇന്ത്യൻ ടാലന്റ്സ് ഡയറക്ടറി. റേഡിയോ എക്സ്പ്രസ് 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കുവാൻ എക്സ്പ്രസ് TV അല്ലെങ്കിൽ എക്സ്പ്രസ് മീഡിയ നെറ്റ്വർക്കിന്റെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുക. കേരള എക്സ്പ്രസ് TVയും ഈ മൊബൈൽ ആപ്പിൽ ലഭ്യമാകും. ജീവിത പങ്കാളിയെ സ്വയം കണ്ടെത്തുവാൻ. ജീവിത പങ്കാളിയുടെ വീടും വീട്ടുകാരെയും വിവാഹത്തിനു മുമ്പേ കണ്ടറിയുവാൻ. ജീവിത പങ്കാളിയുടെ കുടുംബ പശ്ചാത്തലവും സൗകര്യങ്ങളും വിവാഹത്തിനു മുമ്പേ മനസ്സിലാക്കുവാൻ. ജീവിത പങ്കാളിയുടെ സ്ഥലവും ദേശവും വിവാഹത്തിനു മുമ്പേ പരിചയപ്പെടുക. ജീവിത പങ്കാളിയുടെ ജോലി മേഖലയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക. മറക്കാതെ കാണുക സ്വയംവരം. എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് കേരള എക്സ്പ്രസ് TVയിൽ. എക്സ്പ്രസ് TVയുടെ മൊബൈൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക. മറക്കാതെ കാണുക സ്വയംവരം. സ്വയംവരം.